ഹായ് എവരിവൺ, കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകണമെങ്കിൽ, വിച്ച് ടെക്നിക് വുഡ് ബി ബെസ്റ്റ് ഫോർ ഐസൊലേറ്റിംഗ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെൽ ഫ്രം എ മിക്സ്ഡ് പോപ്പുലേഷൻ? ഒരു മിക്സ്ഡ് പോപ്പുലേഷനിൽ നിന്ന് ഒരു സെല്ല് മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഏത് ടെക്നിക്കാണ് ബെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ സെൽ സോർട്ടിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് കേട്ടോ. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിലും ഈ ഫീൽഡുമായിട്ട് റിലേറ്റഡ് കണ്ടപ്പോൾ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്രൈമറി റീസൺ ഫോർ യൂസിങ് എ വാട്ടർ ബാത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്റ്റ് ഹീറ്റ് ഇൻ സം എക്സ്പെരിമെൻറ്റ്സ്? അപ്പോൾ എന്താണ് വാട്ടർ ബാത്ത് യൂസ് ചെയ്യാനുള്ള റീസൺ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക, ഇറ്റ് പ്രൊവൈഡ്സ് എ മോർ യൂണിഫോം ഹീറ്റ് സോഴ്സ്. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള ഒരു ഹീറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ബാത്ത് പ്രിഫർ ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ക്യാൻ ബി ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമൈൻഡ് വിത്ത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ ഗ്ലൂക്കോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ടെക്നിക്ക് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലാണ് പ്രത്യേകം ഓർക്കുക. ഇവിടെ നമ്മൾ പഠിച്ച് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇവിടെ നമുക്ക് കറക്റ്റ് വരിക തന്നിരിക്കുന്നതിൽ ടോളറൻസ് റിയേജൻറ്റ്, ബെനഡിക് സൊല്യൂഷൻ, അനഡിക് ആൽക്കലൈൻ അയഡിൻ സൊല്യൂഷൻ, ബ്രോമിൻ വാട്ടർ. അപ്പോൾ ഇവിടെ നൺ ഓഫ് ദ എബോവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വരിക ഓപ്ഷൻ 1 ആയിട്ടുള്ള ടോളറൻസ് റിയേജൻ്റ് ആണ്. സോ ഗ്ലൂക്കോസ്, നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു റിയേജൻറ്റ്, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു റിയേജൻ്റാണിത് ടോളറൻസ് റിയേജൻറ്റ്. ടോളറൻസ് റിയേജൻറ്റിനെ കുറിച്ച് കൂടുതലാണെങ്കിൽ ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോളറൻസ് ടെസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ ഏതാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഇത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. സോ ഗ്ലൂക്കോസ് ഈസ് എ സിമ്പിൾ ഷുഗർ വിത്ത് 6 കാർബൺ ആറ്റംസ് ആൻഡ് 1 ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോളറൻസ് റിയേജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഏത് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ്ലി ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു കോമ്പൗണ്ടാണിത്, അല്ലെങ്കിൽ ഒരു റിയേജൻ്റാണ് ടോളറൻസ് റിയേജൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ ഷുഡ് യു ബി എക്സ്ട്രാ കെയർഫുൾ വെൻ യൂസിങ് എത്തീഡിയം ബ്രോമൈഡ്? എത്തീഡിയം ബ്രോമൈഡ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇലക്ട്രോഫോറസിസിൻ്റെ ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ഡൈ ആണ് ഇത്, ഈ എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആവണമെന്ന് ഇതിൻ്റെ കേസിൽ പറയുന്നുള്ളത്? ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ടത്, ഈ എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക് കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു കാർസിനോജൻ ആണ്. നമ്മൾ ടൈപ്സ് ഓഫ് കെമിക്കൽസ്, ഹസാർഡ് കോസ്ഡ് ബൈ കെമിക്കൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെയാണ് ഇത് വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ എത്തീഡിയം ബ്രോമൈഡ് എന്ത് ചെയ്യും? നമ്മുടെ DNA ആയിട്ട് ഇറ്റ് ഇൻ്റർകാലേറ്റ്സ് ഇൻ ടു DNA ആൻഡ് കോസ് DNA ഡാമേജ്. അപ്പോൾ DNA ഡാമേജ് കോസ് ചെയ്യുന്നുള്ള ഒരു കെമിക്കലാണ് എത്തീഡിയം ബ്രോമൈഡ്. അതാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, എത്തീഡിയം ബ്രോമൈഡ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കാർസിനോജൻ കൂടിയാണ്, അതുപോലെ തന്നെ നമ്മുടെ DNA ഡാമേജ് ചെയ്യുന്നുള്ള ഒരാൾ കൂടിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ എബൌട്ട് ടു ത്രോ എ വയൽ ഓഫ് സെൽസ്. വാട്ട് ഹസാർഡ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് റിട്രീവിങ് ദ സെൽസ് ഫ്രം ലിക്വിഡ് നൈട്രോജൻ? അപ്പോൾ നമ്മൾ ഹസാർഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിക്വിഡ് നൈട്രോജൻ്റെ ബേസിൽ കോസ് ചെയ്യുന്നുള്ള ഹസാർഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ലിക്വിഡ് നൈട്രോജൻ്റെ ടെമ്പറേച്ചറൊക്കെ നമുക്കറിയാം അല്ലേ, -196 ഡിഗ്രി സെൽഷ്യസിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് നൈട്രോജൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബേൺ ഹസാർഡ് ഒരിക്കലും വരില്ല, ഫയർ ഹസാർഡും വരില്ല, ഇലക്ട്രിക്കൽ ഹസാർഡും വരില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആസ്ഫിക്സിയേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഈ സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ആവശ്യമുള്ളവർ വായിച്ച് നോക്കുക, അല്ലാണ്ട് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതാണ് നമ്മൾ ലിക്വിഡ് നൈട്രജൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഹസാർഡാണ്? ആസ്ഫിക്സിയേഷൻ എന്ന് പറയുന്നുള്ള ഹസാർഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സിമ്പിളിനകത്ത് എന്താ ക്വസ്റ്റ്യൻ? വാട്ട് സ്പെസിഫിക് അഡീഷണൽ പ്രിക്കോഷൻസ് ഷുഡ് യു ടേക്ക് വെൻ യൂസിങ് എ സബ്സ്റ്റൻസ് വിത്ത് ദിസ് ലേബൽ ഓൺ ഇറ്റ്? അപ്പോൾ സിമ്പിൾസ് നമ്മൾ പഠിച്ചു. അതിനകത്ത് ഈ സിമ്പിൾ വരുന്നുള്ളത് ഏതിനാണ്? ഓക്സിഡൈസിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനാണ് ഇതുപോലുള്ള സിമ്പിൾസ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ഇറ്റ് എവേ ഫ്രം ഫ്ലെയിമബിൾ മെറ്റീരിയൽ ആയിരിക്കണം. അപ്പോൾ ഓക്സിഡൈസിങ് കോമ്പൗണ്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിമബിൾ മെറ്റീരിയലിൽ നിന്ന് ദൂരെ അതിനെ വെക്കണം. അപ്പോൾ ഓപ്ഷൻ 2 അല്ല, ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. ഓക്കെ ആണല്ലോ. പിന്നെ ഇറ്റ് ഡിറ്റർമൈൻസ് ദ അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി ഓഫ് എ ലിക്വിഡ് സൊല്യൂഷൻ. ഈസി ആണല്ലേ. ആൽക്കലിനിറ്റി, അസിഡിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നുള്ളത്? pH ആണോ, സെൻസിറ്റിവിറ്റി ആണോ, കണ്ടക്ടിവിറ്റി ആണോ, സൊല്യൂബിലിറ്റി ആണോ? ഇവിടെ കറക്റ്റ് വരിക pH ആണ് കേട്ടോ.
pH സ്കെയിൽ വെച്ചിട്ടല്ലേ നമ്മൾ ആസിഡ് ആണോ ആൽക്കലൈൻ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നുള്ളത്. അപ്പോൾ pH ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ്, ദ ഗ്ലാസ് വെയർ യൂസ് ടു ഡിറ്റർമൈൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ഗ്രാവിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയർ ആണ് പൈക്നോമീറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിട്ട് വരും. ഓക്കെ, സോ പൈക്നോമീറ്റർ ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നുള്ളത്. നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത് നോക്കിയേ, ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ലിക്വിഡ് ടു ഫ്ലോ. അതായത് ഒരു ലിക്വിഡിന് ഫ്ലോ ചെയ്യാണ്ട് അത് റെസിസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വിസ്കോസിറ്റി അല്ല, വിസ്കസ് ഫ്ലൂയിഡ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക വിസ്കോസിറ്റി. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ലിക്വിഡ് ടു ഫ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is a contribution by Louis Pasteur in the field of microbiology? അപ്പോൾ മൈക്രോബയോളജിക്കകത്ത് ലൂയിസ് പാസ്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ടെക്നിക്സ് ഓഫ് പാസ്ചറൈസേഷൻ, പ്രോസസ് ഓഫ് ഫെർമെൻറ്റേഷൻ, റാബിസ്, കോളറ ആൻഡ് ആന്ത്രാക്സ് വാക്സിൻ. അപ്പോൾ ലൂയിസ് പാസ്ചറാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നുള്ള ടെക്നിക്ക് കൊണ്ടുവന്നത്, ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നുള്ള ടെക്നിക്ക് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ റാബിസിനും കോളറ അതുപോലെ തന്നെ ആന്ത്രാക്സിന് വാക്സിനും ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബവ് ആണ്. നെക്സ്റ്റ്, മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ഓർഗാനിസം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മൈക്രോബാക്ടീരിയം ലെപ്രേൻ്റെ ജനറേഷൻ ടൈമൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ മൈക്രോബാക്ടീരിയം ലെപ്രെ ഈസ് ഓൾസോ നോൺ ആസ് ഡി ഹാൻസൻസ് ബാസിലൈ. അപ്പോൾ ഡി ഹാൻസൻസ് ബാസിലൈ എന്നറിയപ്പെടുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ മൈക്രോബാക്ടീരിയം ലെപ്രെ ആണ്. തിരിച്ചു ചോദിച്ചാൽ മൈക്രോബാക്ടീരിയത്തിന് അറിയപ്പെടുന്ന മറ്റു പേരാണ്, മൈക്രോബാക്ടീരിയം ലെപ്രേന് അറിയപ്പെടുന്ന മറ്റു പേരാണ് ഡി ഹാൻസൻസ് ബാസിലൈ. ഇനി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിൻ്റെ മറ്റൊരു പേരാണെങ്കിലോ അത് കോച്ച് ബാസിലസ് എന്നാണ്. അപ്പോൾ കോച്ച് ബാസിലസ് എന്നറിയപ്പെടുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസും ഹാൻസൻസ് ബാസിലൈ എന്നറിയപ്പെടുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, കറക്റ്റ് റിഗാർഡിംഗ് കോക്കൈ ആർ. കോക്കൈനെ കുറിച്ച് താഴെ പറയുന്നതിൽ കറക്റ്റ് ഏതാണെന്നാണ്. കോക്കൈ ആർ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ. അപ്പോൾ കോക്കൈ സ്പെറിക്കൽ ഷേപ്ഡ് ആണ്. ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ചെയിൻ ആൻഡ് ദേർസ് ആർ നോൺ ആസ് സ്ട്രെപ്റ്റോകോക്കൈ. Cocci present in chain is known as streptococci and cocci present in shape of grapes is known as staphylococci. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഓൾ ഓഫ് ദി എബവ് ആണ് വരിക. അപ്പോൾ കോക്കൈ എന്ന് വെച്ചാൽ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഇനി കോമ ഷേപ്ഡ് ബാക്ടീരിയ നമ്മൾ എന്തറിയപ്പെടും, വിബ്രിയോ എന്നറിയപ്പെടും അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, കോമ ഷേപ്ഡ് ബാക്ടീരിയ നോൺ ആസ് വിബ്രിയോ. ബാസിലസ് എന്ന് വെച്ചാൽ എന്താണ്, റോഡ് ഷേപ്ഡ് ആണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ടു സ്റ്റെറിലൈസേഷൻ. അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് പ്രയോൺസ് ആണ്. അവരാണ് സ്റ്റെറിലൈസേഷന് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. സ്റ്റെറിലൈസേഷൻ എന്താണെന്നൊക്കെ അറിയാലോ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എൻഡോസ്കോപ്പ് ഈസ് സ്റ്റെറിലൈസ്ഡ് ബൈ. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ആർട്ടിക്കിളും അത് സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത് ഏതെങ്കിലും നമ്മുടെ NCERT-നകത്ത് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കണേ. അപ്പോൾ ഇവിടെ എൻഡോസ്കോപ്പ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ്. ഓക്കെ, ഗ്ലൂട്ടറാൾഡിഹൈഡ് വെച്ചിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ഒരു ട്രാൻസ്പോർട്ട് മീഡിയത്തിനെ കുറിച്ചിട്ടാണ്. റെക്കമെൻഡഡ് ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ സ്റ്റൂൾ സ്പെസിമെൻ സസ്പെക്റ്റഡ് കണ്ടെയ്ൻ വിബ്രിയോ കോളറെ. അതായത് വിബ്രിയോ കോളറെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുള്ള ഒരു സ്റ്റൂൾ സ്പെസിമെൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള മീഡിയം ഏതാണെന്നാണ്. ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയമാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റൂൾ അനാലിസിസ് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇതെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് മീഡിയം നമുക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയം എന്ന് പറയുന്ന ആൻസർ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സോ ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ സ്റ്റൂൾ സ്പെസിമെൻ ആണിത്, ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയം. നെക്സ്റ്റ്, അഗാർ കോൺസെൻട്രേഷൻ റിക്വയർഡ് ടു പ്രിപ്പയർ ന്യൂട്രിയൻ്റ് അഗാറീസ്. അപ്പോൾ ന്യൂട്രിയൻ്റ് അഗാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള അഗാർ കോൺസെൻട്രേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്, 1 to 2% ആണ്. അപ്പോൾ സെമി സോളിഡ് മീഡിയ ആണെങ്കിലോ, ഇവിടെ നമ്മൾ ന്യൂട്രിയൻ്റ് അഗാർ എന്ന് പറയുമ്പോൾ എന്താണ്, സോളിഡിഫൈഡ് മീഡിയ ആണ് അല്ലേ. അപ്പോൾ ഇനി സെമി സോളിഡൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ അഗാറിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും അല്ലേ. ഒരു 0.5% ഒക്കെയാണ് നമ്മൾ സെമി സോളിഡ് മീഡിയനകത്ത് യൂസ് ചെയ്യുന്നുള്ളത്. എപ്പോഴും എന്താണ് 1 to 2% ആണ് ഇത് സോളിഡിഫൈഡ് ആയിട്ടുള്ള മീഡിയാസ്, അതായത് നമ്മുടെ ന്യൂട്രിയൻ്റ് അഗാർ, മെക്കോങ്കി അഗാർ പോലുള്ളതിൽ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ അഗാറിൻ്റെ പെർസെൻറ്റേജ് കുറച്ചിട്ടാണ് സെമി സോളിഡിനകത്ത് വരിക, അതിലും കുറഞ്ഞിട്ടാണ് ഇതിനകത്ത് വരിക, ബ്രോത്തിനകത്ത് വരിക. ഈ അഗാറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ വാല്യൂ ഒന്നും ഇല്ലാത്ത ഒരു കോമ്പൗണ്ടാണ് ന്യൂട്രിയൻ്റ് അഗാർ. നെക്സ്റ്റ്, HIV ഈസ് HIV ഏത് ടൈപ്പ് ഓഫ് വൈറസ് ആണ്, റിട്രോ വൈറസ് ആണ്. ഓക്കെ, HIV എന്ന് പറഞ്ഞാൽ ഒരു റിട്രോ വൈറസ് ആണ്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ടൈഫോയിഡ് ഫീവർ ഈസ്. അപ്പോൾ ടൈഫോയിഡ് ഫീവറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഇത് വൈഡാൽ ടെസ്റ്റ്. അപ്പോൾ ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുന്നുള്ള ഓർഗാനിസം ഏതാണ്? സാൽമോണല്ല ടൈഫൈ ആണ്. അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റാണ് ഇത് ഷിക് ടെസ്റ്റ്. അത് ഏതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ്? ഡിഫ്തീരിയ. അപ്പോൾ ടൈഫോയിഡിൻ്റെ ആണെങ്കിൽ വൈഡാൽ ടെസ്റ്റും അതുപോലെ തന്നെ ഷിക് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതിൻ്റെ ടെസ്റ്റാണ്? ഡിഫ്തീരിയൻ്റെ ഡയഗ്നോസിസ് ടെസ്റ്റ് കൂടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ്? നോൺ ആസിഡ് ഫാസ്റ്റിംഗ് ബാക്ടീരിയയും അതുപോലെ തന്നെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ താഴെ തന്നിരിക്കുന്നതിൽ, അതായത് 1, 2, 3, 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏത് ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിനെയാണ്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് വരുന്നുള്ള പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള കൗണ്ടർ സ്റ്റെയിന്, പ്രൈമറി സ്റ്റെയിന്, ഈ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ്. ഒരു ടൈപ്പ് ഓഫ് എൻഡോസ്കോപ്പാണ്, പിന്നെ ബ്രോങ്കോസ്കോപ്പ്. അപ്പോൾ ഈ എൻഡോസ്കോപ്പിനകത്തും ബ്രോങ്കോസ്കോപ്പിനകത്തും നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏജൻറ്റ് ഏതാണ്? ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ്. ഓക്കെ, മറന്നു പോയത്. ബ്രോങ്കോസ്കോപ്പ് അതുപോലെ തന്നെ എൻഡോസ്കോപ്സിനകത്തേക്ക് യൂസ് ചെയ്യുന്നുള്ളത് ഗ്ലൂട്ടറാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ യൂസ്ഡ് ഫോർ കൾച്ചർ മീഡിയ. അപ്പോൾ കൾച്ചർ മീഡിയാസ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓട്ടോക്ലേവ് മെത്തേഡാണ്. ഒരിക്കലും ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മീഡിയനെ സ്റ്റെറിലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഓട്ടോക്ലേവ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ മാത്രമേ നമുക്ക് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഡ്രൈ പൗഡേഴ്സ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഹോട്ട് എയർ ഓവൻ. ഇപ്പോൾ ഈ ഓട്ടോക്ലേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഇത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് കില്ലിംഗ് ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ദെയർ സ്പോർസ് ഈസ് നോൺ ആസ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് അല്ലെങ്കിൽ ദ മെത്തേഡ് ഓഫ് കില്ലിംഗ് ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം. ഒരു ആർട്ടിക്കിളിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുക. ഇൻക്ലൂഡിങ് ദെയർ സ്പോർട്സ്. അപ്പോൾ അതിൻ്റെ സ്പോർട്സിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇല്ലാതാക്കുന്നതിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. ഇനി നമ്മൾ പാത്തജൻസിനെ മാത്രം അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ റിഡ്യൂസ് ദ നമ്പർ ഓഫ് പാത്തജൻസ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡിസിൻഫെക്ഷൻ എന്ന് പറയും. ഒരു സർഫസിൽ നിന്നോ അല്ലെങ്കിൽ മീഡിയത്തിൽ നിന്നോ അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പാത്തജൻസിൻ്റെ നമ്പർ കുറക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡിസിൻഫെക്ഷൻ എന്ന് പറയും. ദ മെത്തേഡ് ഓഫ് റിഡ്യൂസിങ് ദ നമ്പർ ഓഫ് പാത്തജൻസ് ഫ്രം എനി ആർട്ടിക്കിൾ, സർഫസ് ഓർ മീഡിയം ഈസ് കോൾഡ് ആസ് ഡിസിൻഫെക്ഷൻ. അപ്പോൾ അതാണ് സ്റ്റെറിലൈസേഷൻ്റെയും ഡിസിൻഫെക്ഷൻ്റെയും ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളത്, മാറിപ്പോയത് കേട്ടോ. ദ കോസറ്റീവ് ഏജൻറ്റ് ഓഫ് സിഫിലിസ് ഈസ്. അപ്പോൾ സിഫിലിസ് എന്ന് പറയുന്നത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോസറ്റീവ് ഏജൻ്റാണ് ഇവിടെ കൊടുത്തിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ട്രിപ്പോണിമ പലീഡം ആണ് സിഫിലിസ് കോസ് ചെയ്യുന്നുള്ള കോസറ്റീവ് ഏജൻറ്റ്. അപ്പോൾ ആരാണ് സിഫിലിസ് കോസ് ചെയ്യുന്നത്? ട്രിപ്പോണിമ പലീഡമാണ്. ഇനി ഈ സിഫിലിസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ടെസ്റ്റാണ് VDRL ടെസ്റ്റ്. അപ്പോൾ നമ്മൾ വൈഡാൽ ടെസ്റ്റ് പഠിച്ചു, ഷിക്സ് ടെസ്റ്റ് പഠിച്ചു. ഇപ്പോൾ പഠിക്കുന്നത് ഏതാണ്? VDRL ടെസ്റ്റ്. അതെന്തിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ്? സിഫിലിസ് എന്ന് പറയുന്നുള്ള ഡിസീസാണ്. ആ സിഫിലിസ് കോസ് ചെയ്യുന്നുള്ളത് ഏത് മൈക്രോ ഓർഗാനിസമാണ്? ട്രിപ്പോണിമ പലീഡം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റെറിലൈസേഷനകത്ത് ഡ്രൈ ഹീറ്റ് മെത്തേഡ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബോയിലിംഗ്, ഓട്ടോക്ലേവിങ്, ഹോട്ട് എയർ ഓവൻ. അതിനകത്ത് ഹോട്ട് എയർ ഓവൻ എന്താണ്? ഡ്രൈ ഹീറ്റ് മെത്തേഡാണ്. പിന്നെ വരുന്നുള്ള ഓട്ടോക്ലേവിങ്ങും ബോയിലിങ്ങും ഇത് രണ്ടും എന്തിനടിയിൽ വരും? മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിനകത്ത് വരും. അതുകൊണ്ട് തന്നെ അവിടെ ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ ഏതാണ്? ബോത്ത് A ആൻഡ് B ആണ്. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. ബോയിലിംഗ് അതുപോലെ തന്നെ ഓട്ടോക്ലേവ് രണ്ടും ഏതാണ്? മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനാണ്. നെക്സ്റ്റ്, ടെമ്പറേച്ചർ റേഞ്ച് യൂസ്ഡ് ഫോർ ഓട്ടോക്ലേവിങ് ഈസ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ആണ് ഇതിന് ടെമ്പറേച്ചർ വരുന്നുള്ളത്. അതുപോലെ തന്നെ പ്രഷർ ആണെങ്കിൽ 15 lbs പ്രഷറാണ്. സോ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്, പ്രഷർ ആണെങ്കിൽ 15 lbs ആണ്.
നെക്സ്റ്റ് എലിസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ. സോ എലിസ ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഏത് ഡിസീസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് എലിസ യൂസ് ചെയ്യുന്നുള്ളത്? എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. നെക്സ്റ്റ് നെയിം ദ ഫസ്റ്റ് ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ. അപ്പോൾ മൈക്രോബിയൽ ഫെർമെൻറ്റേഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഓർഗാനിക് ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. എലിസ ഏതിൻ്റെ ടെസ്റ്റ് ആയിരുന്നു? എയ്ഡ്സിൻ്റെ. നമ്മുടെ ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ ആ ഡ്യൂറേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഹോട്ട് എയർ ഓവൻ്റെ കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ആൻറ്റിബോഡി ക്രോസസ് പ്ലാസൻഡ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ഉണ്ട്. IgA, IgG, IgM, IgE എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 5 ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ഉണ്ട്. അതിനകത്ത് ഏത് ആൻറ്റിബോഡിയാണ് പ്ലാസൻഡ ക്രോസ് ചെയ്യുന്നുള്ളത്? ഇത് PYQ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരിക IgG ആണ് കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആണ് പ്ലാസൻഡ ക്രോസ് ചെയ്ത് പോകുന്നുള്ളത് ആൻറ്റിബോഡി. നെക്സ്റ്റ് വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സർഫസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ? അപ്പോൾ സർഫസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ എക്സാമ്പിളാണ് IgA. അപ്പോൾ IgG ആണെങ്കിൽ പ്ലാസൻഡ ക്രോസ് ചെയ്ത് പോകുന്നുള്ളത്, IgA ആണെങ്കിൽ സർഫസ് ഇമ്മ്യൂണോഗ്ലോബുലാണ്. നെക്സ്റ്റ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി മീഡിയേറ്റ് ചെയ്തിരിക്കുന്നത് IgE ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അപ്പോൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. IgA, IgG, അതുപോലെ തന്നെ IgE ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആംഫിട്രൈക്കസ് ഫ്ലജെല്ല മീൻസ്. നമ്മൾ ഫ്ലജെല്ലിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ബാക്ടീരിയനെ നമ്മൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു? ആംഫിട്രൈക്കസ്, ലോഫോട്രൈക്കസ്, അതുപോലെ തന്നെ പെരിട്രൈക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മോണോട്രൈക്കസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആംഫിട്രൈക്കസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലജെല്ല അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് എൻഡ്സിലും ഫ്ലജെല്ല ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആംഫിട്രൈക്കസ് എന്ന് പറയും. ഇനി മൊത്തം നമ്മുടെ സെൽസിന് ചുറ്റുപാടുമായിട്ട് ഫ്ലജെല്ല ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പെരിട്രൈക്കസ് എന്ന് പറയും. അപ്പോൾ ആംഫിട്രൈക്കസ്, പെരിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ്സിലാണ്, പെരിട്രൈക്കസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ഇങ്ക് ഈസ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് ദ ഫോളോവിങ് പാർട്ട് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഇന്ത്യ ഇങ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് പാർട്ടിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? ക്യാപ്സ്യൂളിനാണ്. അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള സ്റ്റെയിൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇങ്ക് ആണ്. ഇന്ത്യ ഇങ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുള്ള ബാക്ടീരിയൻ്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂളാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ബാക്ടീരിയ ദാറ്റ് ഗ്രോ ബിറ്റ്വീൻ 25 to 40 ഡിഗ്രി സെൽഷ്യസ് ആർ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മൾ ബാക്ടീരിയനെ നമ്മൾ സൈക്രോഫൈൽസ് എന്നും തെർമോഫൈൽസ് എന്നും അതുപോലെ തന്നെ മീസോഫൈൽസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ? അതിനകത്ത് തെർമോഫൈൽസ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറാണ്, സൈക്രോഫൈൽസ് എന്ന് വെച്ചാൽ ലോവർ ടെമ്പറേച്ചറിൽ വളരുന്ന മൈക്രോബ്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഏതാണ്? 25 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരിക മീസോഫിലിക് ആണ്. പിന്നെ ഷേപ്പ് ഓഫ് കൊക്കൈ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, സ്ഫെറിക്കൽ ഷേപ്പാണ് ഇതിൻ്റെത്, കൊക്കൈൻ്റെത്. നെക്സ്റ്റ് ബെസ്റ്റ് വേ ഓഫ് സ്റ്റെറിലൈസിങ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് സിറിഞ്ച് ഈസ്. അപ്പോൾ പ്ലാസ്റ്റിക് സിറിഞ്ചിൻ്റെയൊക്കെ ഡിസ്പോസിബിളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസിങ് മെത്തേഡ് ഏതാണ്? ഗാമ റേസ് വെച്ചിട്ടുള്ള സ്റ്റെറിലൈസേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ആർട്ടിക്കിൾ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണേ. ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് എന്താണ് നമ്മുടെ ലാബ് സേഫ്റ്റീനകത്ത് വരുന്നുള്ള ടോപ്പിക് കൂടിയാണ്. പിന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാമിന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. വാട്ട് ഷുഡ് യു ഡു വിത്ത് എ സ്കിൻ ഡിഫക്റ്റ് ഇൻ ദ ലാബ്? അപ്പോൾ ഒരു സ്കിൻ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ഇറ്റ്, കവർ ഇറ്റ് വിത്ത് എ വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ്, ലീവ് ഇറ്റ് അൺകവേർഡ്, യൂസ് റെഗുലർ ബാൻഡേജസ്. അപ്പോൾ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ്? കവർ ഇറ്റ് വിത്ത് എ വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു സ്കിൻ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ് കവർ വിത്ത് എ വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ്. നെക്സ്റ്റ് വാട്ട് ഷുഡ് യു ഡു വിത്ത് എ സ്പെസിമെൻ ഇൻ ദ ലാബ്? അതായത് ലാബിനകത്ത് ഒരു സ്പെസിമെൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? ഹാൻഡിൽ വിത്തൗട്ട് ഗ്ലൗസ്. ഒരിക്കലും ഗ്ലൗസ് ഇല്ലാണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഡിസ്പോസ് ഓഫ് റെഗുലർ ട്രാഷിലേക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. കളക്ട് ഇൻ പ്രീ സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നേഴ്സ്, അതായത് നമ്മൾ മുന്നേ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നമുക്ക് കളക്ട് ചെയ്യാം. ലീവ് ഇറ്റ് ഇൻ ദ ലാബ്. അപ്പോൾ നാലാമത്തൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കൊരു സ്പെസിമെൻ ലാബിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിന് എങ്ങനെ കളക്ട് ചെയ്യണം? പ്രീ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ വേണം നമ്മൾ കളക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്പെസിമെൻ വരുന്നത് എന്തിനാണ്? നമ്മുടെ എല്ലാ അനാലിസിസും കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതൊരു നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നോക്കി, വാട്ട് ഷുഡ് യു ഡു വിത്ത് എ ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് സ്പിൽ ഇൻ ദ ലാബ്?
അപ്പോൾ ഒരു ബോഡി ഫ്ലൂയിഡ് സ്പിൽ അല്ലെങ്കിൽ ബ്ലഡ് സ്പില്ലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ഇറ്റ്, അതൊരിക്കലും പാടില്ല. ക്ലീൻ ഇറ്റ് അപ്പ് ഇമീഡിയറ്റ്ലി വിത്തൗട്ട് പ്രൊട്ടക്ഷൻ, അതും ചെയ്യാൻ പാടില്ല. വിത്ത് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. നെക്സ്റ്റ്, കവർ ഇറ്റ് വിത്ത് എ പേപ്പർ ടവൽ ആൻഡ് പോർ 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. അതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. ഫോർത്ത് ഓപ്ഷൻ നോക്കിയാൽ ലീവ് ഇറ്റ് ഫോർ അതേഴ്സ് ടു ക്ലീൻ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. എന്താ ചെയ്യേണ്ടത്? കവർ ഇറ്റ് വിത്ത് എ പേപ്പർ ടവൽ ആൻഡ് പോർ 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. അതാണ് നമ്മൾ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ സ്പില്ലോ മറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു ഡു വിത്ത് എ നീഡിൽ ആഫ്റ്റർ യൂസ് ഇൻ ദ ലാബ്. അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഒരു നീഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീയൂസ് ചെയ്യാൻ പാടുണ്ടോ? റീയൂസ് ഇറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഡിസ്പോസ് ഓഫ് റെഗുലർ ട്രാഷ്, അതും പാടില്ല. റെഗുലർ ട്രാഷിലല്ല നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ലീവ് ഇറ്റ് ഇൻ ദ ലാബിൽ ഇവിടെ തന്നെ നമ്മൾ വെക്കാൻ പാടില്ല. നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസ് ഇൻ എ പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ. അപ്പോൾ പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിലാണ് നമ്മളിതുപോലുള്ള നീഡിൽസൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരിക ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് നോക്കി, എക്സാമ്പിൾ ഓഫ് ന്യൂക്ലിയർ സ്റ്റെയിൻ ഈസ്. അപ്പോൾ ന്യൂക്ലിയർ സ്റ്റെയിൻ എക്സാമ്പിളാണ് ഹെമറ്റോക്സിലിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. MLT-കകത്ത് വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണെന്ന് തോന്നുന്നു ഹിസ്റ്റോപാത്തോളജി. അപ്പോൾ അതിനകത്ത് 5 മാർക്കാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കുറച്ച് പഠിക്കാനുണ്ട്, പക്ഷേ എങ്കിലും അത്ര നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞു ടോപ്പിക്ക് പഠിച്ചാൽ 5 മാർക്ക് എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ റെഗുലറായിട്ട് ചോദിക്കുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അത് ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ആ 5 മാർക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ന്യൂക്ലിയർ സ്റ്റെയിൻ എക്സാമ്പിളായിരുന്നു ഹെമറ്റോക്സിലിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹെമാറ്റോക്സിലിൻ ഈസ് കോമൺലി യൂസ്ഡ് ന്യൂക്ലിയർ സ്റ്റെയിൻ. ഒറിജിൻ എവിടെ നിന്നാണ്? ഹാർഡ് വുഡ് അല്ലെങ്കിൽ ഹെമറ്റോക്സിലം ക്യാംഫെച്ചിയാനം എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹെമറ്റാക്സിലിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ ഐസൊലേറ്റ് ചെയ്യുന്നത്. സ്റ്റെയിനിങ് മെക്കാനിസം എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് എ ബ്ലൂ ഡൈ കോൾഡ് ഹെമാറ്റിൻ ബൈ ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷനിലൂടെ അവർ ഹെമാറ്റിൻ എന്ന് പറയുന്ന ഒരു ബ്ലൂ ഡൈ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ന്യൂക്ലിയർ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ന്യൂക്ലിയസിനൊക്കെ ഒരു പർപ്പിൾ കളറാക്കി മാറ്റുന്നു. അതാണ് ഹെമാറ്റോക്സിലിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞു വെക്കാനുള്ള കുറച്ച് പോയിന്റ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു.